ഒരു ഫുട്ബോൾ മത്സരം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ഫീലിങ്സ് കാര്യങ്ങൾ കിട്ടാറുണ്ട്. ചിലവർ ഹാപ്പി ആയിരുന്നിരിക്കും, ചിലവർ സാഡ് ആയിരുന്നിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള ഫീലിങ്സ് മാത്രം നമുക്ക് കിട്ടിയാൽ പോരല്ലോ. ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ആവശ്യമുള്ള പൈസ കാര്യങ്ങളൊക്കെ സമ്പാദിക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഫുട്ബോൾ ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയാണ്, നിങ്ങൾ ക്രിക്കറ്റാണ് കൂടുതൽ കാണുന്നതെങ്കിൽ അതും പ്രശ്നമല്ല. ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. ഈ ഒരു പാറ്റേൺ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, അത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിമിൽ നിന്നും നിങ്ങൾക്ക് ഏണിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് മെത്തേഡ് എന്നും എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഏണിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്നും നോക്കാം. ഈ ഒരു വീഡിയോയിൽ വെറും അഞ്ച് ഐഡിയാസ് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. ഈ ഒരു വീഡിയോസ് കേട്ടിട്ട് നിങ്ങൾക്ക് ഇതിന് ഐഡിയാസെന്നോ ഉടായ്പ ട്രിക്കെന്നോ എന്ത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഇതിൽ നിന്ന് ഏണിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം കൺഫേം ആണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതിന് മുന്നേ ആദ്യമേ നമുക്ക് രണ്ട് ടീമിനെ സെലക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വളരെ സിമ്പിൾ ആയിരിക്കും. ഞാനിവിടെ ചൂസ് ചെയ്യുന്ന രണ്ട് ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഴ്സലോണയും റയൽ മാഡ്രിഡും ആണ്. ആജന്മ ശത്രുക്കളായ ഇവരുടെ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല റീച്ച് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കും നല്ല രീതിയിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ആദ്യമത്തെ ഐഡിയ എന്ന് പറയുന്നത്, ഇത്തരത്തിൽ റയലും ബാഴ്സയായിട്ട് ഒരു മാച്ച് നടക്കാൻ പോകുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഒരു ഫിക്സ്ചർ സെറ്റപ്പ് ആയതിനു ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ലൈനപ്പ് നമുക്ക് അവിടെ ഒരു കണ്ടന്റ് ഐഡിയ ആണ്. അതുപോലെ തന്നെ എത്രയാവും സ്കോർ ബോർഡ്, അതായത് പ്രഡിക്റ്റബിൾ സ്കോർ ബോർഡ് എന്ന് പറയുന്നത് ഒരു കണ്ടന്റ് ഐഡിയ ആണ്. ഇഞ്ചുറി അപ്ഡേറ്റ്, ഈ ഒരു 3 കണ്ടന്റും യൂസ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റ്, യൂട്യൂബ്, അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇതിലെല്ലാത്തിലും നമുക്ക് കണ്ടന്റ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിലാണെങ്കിൽ പ്രഡിക്റ്റബിൾ സ്കോർ ബോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇന്ത്യയുടെ പുറത്തുനിന്ന് വരെയും അതിലേക്ക് വ്യൂവേഴ്സ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള റീസൺ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയുടെ അകത്തും പുറത്തുമായിട്ടും ഒളിച്ചും പാത്തുമൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗാംബ്ലിംഗ്, അതായത് ചൂതാട്ടം എന്ന് പറയുന്ന ഒരു പരിപാടി. അപ്പോൾ ഈ ഒരു പരിപാടി നടത്തുന്നവർ പല രീതിയിലുള്ള വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇവരൊരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്കോർ ബോർഡിൽ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്കോർ ബോർഡ് കാര്യങ്ങളൊക്കെ അവിടെ പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള റീച്ച് നമ്മുടെ വെബ്സൈറ്റിന് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഫാൻസിനെയൊക്കെ നോക്കി ഇതുപോലുള്ള ഒരു പ്രെഡിക്റ്റബിൾ സ്കോർ ബോർഡ് അല്ല നോക്കുന്നതെങ്കിൽ ഫാബ്രിയോ റൊമാനോ ആരാണെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. പുള്ളി ഉണ്ടാക്കുന്ന അത്രയും റീച്ച് ഒന്നും ഇല്ലെങ്കിലും അതിൻ്റെ ഒരു 10% കിട്ടിയാൽ പോലും നമുക്കും നല്ല രീതിയിലുള്ള റീച്ച് കാര്യങ്ങളൊക്കെ, അതായത് നല്ല രീതിയിലുള്ള റവന്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഐഡിയ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ലൈനപ്പ് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം വീണ്ടും നമുക്കൊന്നുകൂടി റിപ്പീറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇത് യൂസ് ചെയ്ത് വീണ്ടും നമ്മുടെ വെബ്സൈറ്റിലോ യൂട്യൂബിലോ വീണ്ടും നമുക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോർമലി നിങ്ങളുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ. നിലവിലിപ്പോൾ ലൈനപ്പ് വരെയുള്ള ഐഡിയാസ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് ലിങ്ക് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ബാഴ്സലോണയും റയൽ മാഡ്രിഡ് ആയിട്ടുള്ള മത്സരം ഇന്ത്യയിൽ സംപ്രേഷണം ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ, നമ്മളെല്ലാവരും മാച്ച് കാര്യങ്ങളൊക്കെ കാണുന്നത് ലിങ്ക് വഴിയായിരിക്കും. അപ്പോൾ ഈ ഒരു ലിങ്ക് കാര്യങ്ങളൊക്കെ നമുക്കും ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരു ദിവസം 10,000 അല്ലെങ്കിൽ 20,000 വ്യൂവേഴ്സിനെയൊക്കെ വളരെ സിമ്പിളായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ഗൂഗിൾ ആഡ്സെൻസ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് റവന്യൂ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു മെത്തേഡ് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ഞാൻ പഴയ ചാനലിൽ ഇത് പറഞ്ഞു തന്നിട്ട് എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ കിട്ടിയതാണ്. ഞാൻ വേൾഡ് കപ്പിന് മുന്നേ ആ ഒരു ചാനലിൽ ഈ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. നല്ല രീതിയിൽ റീച്ച് കിട്ടിയതായിരുന്നു. പക്ഷെ കോപ്പിറൈറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടന്റ് എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങൾ യൂട്യൂബ് തപ്പി നോക്കുകയാണെങ്കിൽ ഇതിനുള്ള സൊല്യൂഷൻ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നോ കിട്ടുന്നതായിരിക്കും. എങ്ങനെ ലിങ്ക് ജനറേറ്റ് ചെയ്യാന്നുള്ളത്, ലിങ്ക് ജനറേറ്റ് ചെയ്യാൻ ആ ഒരു ട്രാഫിക് കൊണ്ടുവരാൻ വളരെ സിമ്പിളാണ്. യൂട്യൂബ് വഴി തന്നെ നിങ്ങൾക്ക് പല രീതിയിലും ട്രാഫിക് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ കുറച്ചൊരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിച്ചാൽ, അതായത് ഒരു 5-10 ടെലഗ്രാം ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി അതിലേക്ക് നിങ്ങൾക്ക് ലിങ്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 5,000 വ്യൂവേഴ്സ് വരുന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്താൽ തന്നെ നിരവധി മാച്ചസ് ഉണ്ടാവും. അപ്പോൾ ഒരു മന്ത്ലി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. നാലാമത്തെ ഐഡിയ എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഡിവൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ്. എന്താണ് ഐഡിയ എന്ന് നോക്കാം. അതായത് 1ാമത്തെ മിനിറ്റ് തുടങ്ങി മാച്ചിന്റെ 90ാമത്തെ മിനിറ്റ് വരെയും നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് കാര്യങ്ങളൊക്കെ ചെയ്യുക.
സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഏതൊക്കെയാണ് ഹൈലൈറ്റ്സിന് കൊടുക്കാൻ പറ്റുന്ന സെക്കൻഡ്സ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ആ ഒരു മാച്ച് കാര്യങ്ങളൊക്കെ അവസാനിക്കുന്ന ആ ഒരു 90ാമത്തെ മിനിറ്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഹൈലൈറ്റ്സ് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ പലരും ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ കിട്ടൂലേ എന്നുള്ളത്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടും. അതായത് പ്രീമിയം അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ നിന്നാണ് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ, മറിച്ച് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ചില വെബ്സൈറ്റുകളുണ്ട്. ആ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കാര്യങ്ങളൊന്നും കിട്ടില്ല. അതുപോലെ തന്നെ നല്ലൊരു റവന്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ പലരും ട്രസ്റ്റ്ഫുൾ ആവണമെന്നില്ല. കാര്യം പലരും പറയും ഇതിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. ഇന്ന് നടക്കുന്ന ഒരു മാച്ചിന്റെ ആ ഒരു 90ാമത്തെ മിനിറ്റ് കഴിയുന്ന സെക്കൻഡിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിക്കോ. നിങ്ങൾ ഈ ഒരു പറയുന്ന മെത്തേഡിൽ ഹൈലൈറ്റ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് പലരും അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഒഫീഷ്യൽ ചാനൽ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ ഏകദേശം 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ എടുക്കും അവർ യൂട്യൂബിലേക്ക് നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ. ഇതിനു മുന്നേ ഫുട്ബോൾ ഫാൻസിൻ്റെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പലരും ഇത്തരത്തിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നല്ല രീതിയിൽ റവന്യൂ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇത്തരത്തിൽ ആ ഒരു 1 മിനിറ്റ് തൊട്ട് 90 മിനിറ്റ് വരെ സ്ക്രീൻ റെക്കോർഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടന്റിനെ നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ആ ഒരു കണ്ടന്റിന് നല്ല രീതിയിലുള്ള വാല്യുബിൾ ആയിരിക്കും. ഇപ്പൊ നടക്കുന്നത് ഒരു വേൾഡ് കപ്പിന്റെ 90 മിനിറ്റ് വരെയുള്ള വീഡിയോയാണ് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അർജന്റീന ഫാൻസ് കാര്യങ്ങളൊക്കെ കയറി അതെന്തായാലും കാണും. അതുപോലെ തന്നെയായിരിക്കും ഓരോ ഫാൻസിനും അവരുടെ ഇഷ്ടപ്പെട്ട മാച്ചുകൾ. അപ്പോൾ ആ ഒരു മാച്ചിനെ നിങ്ങൾക്ക് 90 മിനിറ്റ് വരെ റെക്കോർഡ് ചെയ്ത് വെച്ച് ഒരു വെബ്സൈറ്റിൽ കൂടെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ ആഡ്സൻസ് വഴിയല്ല മറ്റ് ആഡ്സൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് റവന്യൂ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. 5ാമത്തെ ഐഡിയ എന്ന് പറയുന്നത് ലാസ്റ്റ് ഈ ഒരു മാച്ചിന്റെ ഫൈനൽ റിസൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിലോ അപ്ലോഡ് ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് റവന്യൂ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നെക്സ്റ്റ് മാച്ചും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഈ ഒരു ഐഡിയാസ് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും മണ്ടത്തരമായിട്ട് ഫീൽ ചെയ്തെന്നിരിക്കും. പക്ഷെ നിങ്ങൾ മണ്ടത്തരമാണെന്ന് വിചാരിച്ച് തള്ളിക്കളയേണ്ട. ഈ ഒരു മെത്തേഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് പലരും നല്ല രീതിയിലുള്ള റവന്യൂ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ടിപ്സിനായിട്ട് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. താങ്ക് യു.